സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. പത്തിരിപ്പാലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടം. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മാതാവിനോട് പരാതി പറയാൻ ചെന്നപ്പോൾ പോലീസ് ധാർഷ്ട്യത്തോടെ പെരുമാറിയെന്ന് പരാതി. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന പത്തിരിപ്പാല 19-കാരൻ അബു താഹിറിന്റെ മാതാവാണ് പോലീസിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 20 രാത്രി 7 മണിക്ക് പത്തിരിപ്പാല 14-ാം മൈലിൽ വച്ചായിരുന്നു അബു താഹിറും ഒപ്പം 2 സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിർദിശയിൽ വന്ന കാറിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ അബു താഹിറിന് ഗുരുതരമായി പരിക്കേറ്റു. 5ഓളം ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന യുവാവിന്റെ മാതാവ് നസീമ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്നതായിരുന്നു. അപകടം നടന്ന 2 ദിവസം പിന്നിട്ടിട്ടും പോലീസ് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്താത്തതിനെ തുടർന്നായിരുന്നു ഇവർ പരാതിയുമായി സ്റ്റേഷനിലെത്തിയത്. പരാതിക്കാരിൽ നിന്ന് വ്യക്തമായി മൊഴിയെടുക്കാതെ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതായും ശേഷം ഇടിച്ച കാറുകാരന് അനുകൂലമായി കേസെടുത്തതായുമാണ് നസീമ ആരോപിക്കുന്നത്. CIനെ വിളിച്ചു, ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു, ആക്സിഡൻറ്റിൻ്റെ കാര്യം. അപ്പോൾ ആ സാറ് ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ അബു താഹിറിൻ്റെ ഉമ്മയാണ് സാർ, ആക്സിഡൻറ്റ് കാറ് വന്ന് ഇടിച്ച അബു താഹിറിൻ്റെ ഉമ്മയാണ്. എൻ്റെ മോൻ 10 ദിവസങ്ങളായിട്ട് ഇപ്പോൾ ICUവിലാണ്, വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിലിടക്ക് നിങ്ങൾ ആരാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അബു താഹിറിൻ്റെ ഉമ്മയാണ്, നെല്ലിക്കുറിശ്ശിയിൽ. അപ്പം നിങ്ങളുടെ മോൻ ആരാണ്, പഞ്ചായത്ത് മെമ്പറാണോ, നിങ്ങളുടെ മകൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ വളരെ തിരക്കിലാണ്, എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനോ മറുപടി തരാനോ എനിക്ക് സൗകര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വെച്ചാൽ വന്ന് പരാതി കൊടുക്ക് എന്ന് എന്നെ പറഞ്ഞു, അപമാനിച്ചു. ഞാനാണെങ്കിൽ ICUവിൻ്റെ മുന്നിൽ നിന്നാണ്, മോൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്, ഓപ്പോസിറ്റ് വന്നിട്ട് കാർ ഇടിച്ച് തെറിപ്പിച്ച ഒരവസ്ഥയാണ്. കേസാണെങ്കിൽ നേരെ തിരിഞ്ഞിട്ടാണ് എഴുതിയെടുത്തിക്കുന്നത്. കാറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിക്ക് മകൻ ഓടിച്ച പയ്യനെതിരെയും എൻ്റെ മകനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇക്കാര്യം പറയാൻ വീണ്ടും സ്റ്റേഷനിൽ ഇൻസ്പെക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ധാർഷ്ട്യത്തോടെ പെരുമാറിയതായും ഇവർ പറയുന്നു. ഇതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ഹലോ സാർ, ഞാൻ അബു താഹിറിന്റെ ഉമ്മയാണ്. ഞാൻ അബു താഹിറിന്റെ ഉമ്മയാണ്. ഞാൻ ഇതിന് മുന്നേ സാറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നെല്ലിക്കുറിശ്ശി. എനിക്കറിയില്ല അബൂ താഹിറിനെ, അതാണ് ചോദിക്കുന്നത്. അബൂ താഹിർ ആരാണ്? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണോ? സാർ, ഞാൻ ഒരു പരാതി പറയാൻ വേണ്ടി വിളിച്ചതാണ്. എനിക്ക് അത്യാവശ്യം ചുരുക്കി പറയും, എനിക്ക് നല്ല തിരക്കുള്ള സമയമാണ്. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പരാതി എഴുതി തരൂ, നമുക്ക് നോക്കാം. ഇല്ല, ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. 20-ാം തീയതി പത്തിരിപ്പാല വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി, കാറും ബൈക്കും ആയിട്ട്. അപ്പൊ 20-ാം തീയതി കഴിഞ്ഞ് ഞാൻ 23-ാം തീയതി സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിവരം, അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ മോനിങ്ങനെ ആക്സിഡന്റ് ആണ്, ഇത്ര പ്രശ്നങ്ങളാണ്, ICUവിലാണ്. ഇത് ICUവിന്റെ മുന്നിൽ ഇരുന്നിട്ടപ്പോ ഞാൻ സാറിനോട് സംസാരിക്കണം. അതല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇവിടുന്ന് ഒരു അന്വേഷണമായിട്ട് വന്നിട്ടില്ല, മോൻ ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, ഒരുപാട് പ്രശ്നങ്ങളാണ്, 2 തുടടി മേലെ മുതൽ കഴുത്തിന് കീപ്പിട്ട് വരെ ഫുൾ പ്രശ്നമാണ്, ഡാമേജ് ആണ്, ഇത്ര പ്രശ്നം പരിക്കുകളുമാണ്. ഇപ്പൊ 4 സർജറി കഴിഞ്ഞു. അല്ല സാറേ, പോലീസ് അല്ല. ഞാൻ സാറ് ഒരു സെക്കൻഡ് ഞാൻ പറയണോന്ന് കേൾക്കണം. എനിക്ക് വേറെ സമയമില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് എഴുതി തരൂ കേട്ടോ. ഇല്ല, പരാതിക്ക് വേണ്ടി. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഇവർ ഒറ്റപ്പാലം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. ഒടുവിൽ സംഭവസ്ഥലത്തെ CCTVകൾ വിശദമായി ശേഖരിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പരാതിക്കാരിയോട് ധാർഷ്ട്യത്തോടെ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകി മുന്നോട്ടു പോവുകയാണെന്നും നസീമ പറഞ്ഞു.
അതേസമയം അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും പ്രാഥമിക വിവരങ്ങൾ വച്ചാണ് FIR തയ്യാറാക്കിയതെന്നും ശരിയായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കുള്ളൂവെന്നും ഒറ്റപ്പാലം CI അറിയിച്ചു. തുടരെ ഫോണിൽ വിളിച്ചതിനാലാണ് പരാതി രേഖാമൂലം എഴുതിത്തരാൻ ഇവരോട് നിർദ്ദേശിച്ചതെന്നും ഒറ്റപ്പാലം CI പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWOC മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.